നമസ്തേ. ഹിന്ദുമതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ജാതി എന്നൊരു ധാരണയാണ് നൂറ്റാണ്ടുകളായി നാം വെച്ചു പുലർത്തി പോരുന്നത്. പക്ഷെ ഇതിൽ എത്രത്തോളം ശരിയുണ്ട്? അങ്ങനെ ഹിന്ദുമതവും ജാതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ജാതി വ്യവസ്ഥയാണ് ഹിന്ദുമതത്തെ ഒരു വിമർശന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നതും ഹിന്ദുമതത്തെ ഈ ചരിത്ര കാലത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഹിന്ദുമതത്തെ നശിപ്പിച്ചതും അല്ലെങ്കിൽ തളർത്തിക്കൊണ്ടിരുന്നതും ഹിന്ദുമതത്തെ ശോഷിപ്പിച്ചതും ഈ ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ജാതി വിവേചനമാണ്. ഒരാളിൻ്റെ ജാതി വലിയ ജാതി, ഒരാളിൻ്റെത് താഴ്ന്ന ജാതി. ഇപ്പം കീഴ്ജാതിക്കാരനും മേൽജാതിക്കാരനും അങ്ങനെ പല വിഭാഗങ്ങളായിട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുകയാണ് ഹിന്ദുക്കൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അതിനെന്തെങ്കിലും ഒരു പ്രമാണമുണ്ടോ? എന്തെങ്കിലും ആധികാരികതയുണ്ടോ? കുറേ ഇല്ല എന്നുള്ളതാണ് സത്യം. കുറേ ആളുകൾ പണ്ടെങ്ങോ തുടങ്ങി വെച്ച വിഡ്ഢിത്തം നമ്മൾ ഇന്നും ആചരിച്ചു പോരുന്നു. കുമാരനാശാൻ പാടിയതുപോലെ, ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രവും അതാകാം, അതിൽ സമ്മതം ചൊല്ലായിക രാജൻ എന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലുള്ള ഒരവസ്ഥയാണ് ഈ ജാതിയുടെ കാര്യത്തിൽ. ജാതിയെയും ഹിന്ദുമതത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രമാണവും നിലവിലില്ല. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നും ജാതി ഒരു പരാമർശ വിഷയമാകുന്നത് പോലുമില്ല. ഗീതയിലോ അല്ലെങ്കിൽ ദശോപനിഷത്തുകളിലോ ജാതി ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ആത്മീയ തത്വചിന്തയുടെ ഭാഗമാണെന്ന് സൂചന പോലുമില്ല. ഗീതയിൽ ജാതിയെക്കുറിച്ച് പറയുന്നത് അർജുനൻ മാത്രമാണ്. ജാതിധർമ്മം നശിക്കും എന്നുള്ളതാണ് അയാളുടെ പേടി. ആ പേടിയൊക്കെ അസ്ഥാനത്താണെന്നാണ് തിരുത്തുകയാണ് ശ്രീകൃഷ്ണൻ ഗീതയിൽ ചെയ്തിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ ജാതിയെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. നിന്റെ ജാതിധർമ്മം നീ ഉത്കണ്ഠപ്പെടുന്ന ധർമ്മങ്ങളൊന്നും അതിനെല്ലാം നീ ഉപേക്ഷിക്കുക. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നീ ധർമ്മങ്ങളെന്ന് ചിന്തിക്കുന്നതെല്ലാം നീ കളയുക, ഞാൻ പറഞ്ഞത് മാത്രം നീ പിന്തുടരുക. അങ്ങനെയാണെങ്കിൽ നീ ദുഃഖിക്കേണ്ടി വരത്തില്ല. പാപങ്ങൾ ഏൽക്കുമെന്നുള്ള ദുഃഖം, ഭയം നിനക്കുണ്ടാവുകയില്ല. ഇതാണ് ഗീതയിലെ ശ്രീകൃഷ്ണൻ പറയുന്നത്. ഈ ജാതി സമ്പ്രദായം വാസ്തവത്തിൽ ഹിന്ദു സമൂഹത്തിൽ അതായത് ആത്മീയതയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ സമാന്തരമായിട്ട് വളർന്നു വന്ന ഒരു സാമൂഹിക പ്രതിഭാസം മാത്രമാണ്. ഇത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുമതത്തെ ഇത് ഇങ്ങനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാതി വേണോ അതോ മതം വേണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. നിങ്ങൾക്ക് ജാതി ആയിക്കൊള്ളട്ടെ, അതിന് ഞാൻ ഒരു എതിരും ജാതി വിവേചനം പാടില്ല. നിന്റെ ജാതി വലുത്, എൻ്റെ ജാതി ചെറുത്, അതുകൊണ്ട് ഞാൻ ചെറിയവനാണ്, നീ എന്നെ ചവിട്ടാൻ വിധിക്കപ്പെട്ടവനാണ് എന്നുള്ള അധമബോധം ഒരു ജാതിക്കാരനും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഞാൻ മേൽജാതിക്കാരനാണ്, എൻ്റെ കീഴിലുള്ളവരാണ് ഇവരെല്ലാം, ബഹുഭൂരിപക്ഷം വരുന്ന ഈ ജനവിഭാഗങ്ങളെല്ലാം എൻ്റെ കീഴിൽപ്പെട്ടവരാണ്, അവരെ എനിക്ക് എന്തും ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഞാൻ താഴോട്ട് നോക്കിയാണ് കാണുന്നത്, ഈക്വലായിട്ട് ഞാൻ കാണത്തില്ല. ഈ രീതിയിൽ വിവേചനം, ഉച്ചനീചത്വ ബോധം ഹിന്ദുമതത്തിലെ അംഗങ്ങളിൽ വളർന്നു വന്നിട്ടുണ്ട്. അവർ പരമ്പരാഗതമായിട്ട് വെച്ചു പോരുന്നതാണത്. തൊട്ടാലും തിണ്ടിയാലും എല്ലാം ദോഷം, ശുദ്ധമാകണം. അന്യായമായിരുന്നു അതെല്ലാം. അതിനൊക്കെ എന്താണ് ഒരു അടിസ്ഥാനം? ഒരു അടിസ്ഥാനവുമില്ല. കുറെ ആൾക്കാർ പറയുന്നു എൻ്റെ ജാതി വലുതാണെന്നും, അല്ല ഇന്ന ജാതികൾ വലുതാണെന്നും, ഇന്ന ജാതികൾ കീഴാളരാണെന്നും എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അതൊക്കെ കുറെ ആൾക്കാർ പിന്തുടർന്നു പോകുന്ന ഒരു ഒറ്റ കാര്യമെന്നേ ഉള്ളൂ. മണ്ടത്തരവും ദ്രോഹവുമാണ് അതെല്ലാം. അതുകൊണ്ട് എന്താണ് ഹിന്ദുമതത്തിൽ ഉണ്ടായിട്ടുള്ള ദോഷമെന്ന് നിങ്ങൾക്കറിയാമോ? ഹിന്ദുമതത്തിൽ നിന്ന് ഒരുപാട് ഈ കീഴാളർന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം ഒരുപാട് പേര് ഈ അടിമത്തവും ഈ പീഡനവും ഈ വിവേചനവും ഈ മനുഷ്യരായിട്ട് കാണാനുള്ള മറ്റുള്ളവരുടെ വൈമിക്യവും
എല്ലാം സഹിക്ക വയ്യാഞ്ഞിട്ട് അവര് ഈ എന്തിനാണ് ഈ ഇങ്ങനെ ഏൽക്കാൻ വേണ്ടി ഒരു കൂട്ടത്തിൽ നിൽക്കുന്നത്? അവര് വെളിയിൽ പോയി. അവര് വെളിയിൽ പോയി മറ്റു മതങ്ങളിൽ ചേർന്നു. ഹിന്ദു മതത്തിലും ഇസ്ലാമിലും ചേർന്നു. ഇസ്ലാം വാളിന്റെ മുനയിലും കുറെ ആൾക്കാരെ അവരുടെ മതത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അതാണ് 1921 മലബാർ ലഹള കാലത്ത് നടന്നത്. അപ്പൊ അന്ന് വാളുമായിട്ട് വരുന്ന ആൾക്കാര് ഈ ഒന്നുകിൽ മതം അല്ലെങ്കിൽ ജീവൻ എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ മതം മാറി അവരുടെ മതത്തിൽ ചേർന്നു കുറെ ആൾക്കാര്. പിന്നെ ഈ കീഴാളർന്ന് വിളിക്കപ്പെടുന്നവർക്ക് ഒരു മടിയും ഇല്ലായിരുന്നു ചേരാൻ. അവര് ചേർന്നു. കാരണം എന്ന് പറഞ്ഞ് ഇവിടെ ആണെങ്കിലും മറ്റേതിനെ അപേക്ഷിച്ച് എന്തൊരു സ്വാതന്ത്ര്യം, ഈക്വൽ പരിഗണന കിട്ടും. അപ്പൊ അതുകൊണ്ട് അവർ അങ്ങോട്ട് പോയിട്ടെന്ന് പറഞ്ഞാൽ അവൻ ചെല്ലുന്നവൻ്റെ കൊടുത്ത് വാള് കൊടുത്തിട്ട് അവനെ ഇന്നലെ വരെ ദ്രോഹിച്ച് അവന്റെ യജമാനനെ പോയി വെട്ടാനാണ് പറയുന്നത്. അങ്ങനെ ഈ മറ്റേ ദുരവസ്ഥയില് അതിന്റെ ഒരു ചിത്രം വരച്ച് ചേർത്തിട്ടുണ്ട് കുമാരനാശാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ അടിയാളരായിട്ട് ഇവിടെ നിന്ന ആൾക്കാരാണ് ആ നമ്പൂതിരിയെ വധിക്കാനായിട്ട് ചെന്നത്. നമ്പൂതിരിയെ മതം മാറ്റാനായിട്ട് ചെന്ന അവരാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഉത്സാഹമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടിച്ച ആളിനെ നമ്മൾ നമ്മുടെ പരിധിയിൽ നിർത്താൻ പോവല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് സന്തോഷം വരും. അങ്ങനെ കുറെ ആൾക്കാർ പോയി. അപ്പൊ ഹിന്ദുമതം ശോഷിക്കാൻ ഈ ഹിന്ദുമതത്തിന് അകത്ത് നിന്ന് ഈ ജാതി കുശുംബനായ ആളുകൾ 5-ാം പത്തിയായിട്ട് പ്രവർത്തിച്ചു. തള്ളി അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. മതം മാറ്റുന്ന കേന്ദ്രങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. മതസ്ഥർക്ക് വേണ്ടി ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് വേല ചെയ്യുന്നവരാണ് ഈ 5-ാം പത്തികൾ. അവര് ഈ എല്ലാ ദ്രോഹങ്ങളും ചെയ്യുന്നു ജാതിയുടെ പേരിൽ. എന്നാൽ ജാതിയും മതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹിന്ദുമതത്തിൽ ഒരു ബന്ധവുമില്ല. എന്ന് മാത്രമല്ല, ഹിന്ദുമതത്തിൽ വർണ്ണവ്യവസ്ഥയുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. അത് ഉപനിഷത്തുകളിലും വേദത്തില് ഋഗ്വേദത്തില് പുരുഷ സൂക്തത്തിലും പറയുന്ന കാര്യമാണ് ചാതുർവർണ്ണ്യം ഉണ്ട്. പക്ഷെ ജാതി വ്യവസ്ഥയില്ല. മയാ സൃഷ്ടം, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രമാണം ഉണ്ടോ ജാതി വ്യവസ്ഥ മയാ സൃഷ്ടം എന്ന് പറയുന്നത്? അതിനുള്ള എങ്ങനെയാണ് ആ ജാതികളെ വേർതിരിക്കുന്നത്? എങ്ങനെയാണ് ജാതികളെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? അങ്ങനെ വല്ലതും എവിടെങ്കിലും പറയുന്നുണ്ടോ? കുറെ ആൾക്കാർ ഞാൻ ഇന്ന ജാതിക്കാരനാണ്, വലിയ ജാതിക്കാരനാണ്. നിങ്ങൾ എങ്ങനെ വലുതായെന്ന് നിങ്ങൾ അവകാശപ്പെടാനുള്ള കാരണങ്ങൾ എന്താണ്? അതിനുള്ള അടിസ്ഥാനം എന്താണ്? നിങ്ങൾ വലിയവനാണെന്ന് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണ്ട. എന്താണ് നിങ്ങളുടെ യോഗ്യത? നിങ്ങൾ അബദ്ധത്തിൽ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചു പോയി. ആ കുടുംബത്തിന്റെ ജാതി നിങ്ങളുടെ ജാതി ആയിത്തീരുന്നു. ആ ജാതി എന്ന് പറഞ്ഞ് ജന്മത്തെ അടിസ്ഥാനമാക്കി മാത്രം കണക്കാക്കുന്നവരാണ്. ഏത് കുടുംബത്തിൽ ഏത് കുലത്തിൽ പിറന്നു എന്ന് മാത്രമേ അത് സൂചിപ്പിക്കുന്നുള്ളൂ. അതും മതമായിട്ട് ഒരു ബന്ധവുമില്ല. അത് മാത്രമേ പറഞ്ഞു. ആ കുലം ആ ജാതി വലിയ ജാതിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അതിനും ഒരു പ്രമാണമില്ല. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇവരെന്തിനീ വലിയ ജാതിക്കാരായിട്ട് അംഗീകരിക്കുന്നത്? കീഴ്ജാതിക്കാരാണ് ഞങ്ങളെന്ന് നിങ്ങൾ എന്തിന് ഒരു അധമ വിചാരം വെച്ച് പുലർത്തുന്നു? പാടില്ല. ആരും ഒരു ജാതിക്കാരനും വലിയവനോ അല്ലെങ്കിൽ ചെറിയവനോ അല്ല. അതിനെ അംഗീകരിക്കാൻ പാടില്ല. നിങ്ങൾ ജാതിയൊക്കെ വിചാരിച്ചു, ഒരു കുഴപ്പമില്ല. ജാതി വേറെ. അതിനെ ഹിന്ദു മതബാഹ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജാതി എന്ന് പറയുന്നത്. അതിനെ നിങ്ങളും മതത്തിൽ നിന്ന് മാറ്റി നിർത്തുക, മതത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കാതിരിക്കുക. കൂട്ടിച്ചേർക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. കൂട്ടിച്ചേർത്തതാണ് വലിയ കുഴപ്പം. അങ്ങനെ കൂട്ടിച്ചേർത്ത് അന്യായങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഇത് ഭ്രാന്താലയമാണെന്ന്. ഓരോ വീടും ഭ്രാന്താലയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താണ്? ഒരു വീട്ടിൽ നിന്ന് തന്റെ മതത്തിൽപ്പെട്ട ഒരുത്തം വന്നു കഴിഞ്ഞാൽ കയറ്റത്തില്ല. അവൻ അയിത്തം 12 അടി 32 അടി 64 അടിയൊക്കെ അകലത്തിൽ നിൽക്കണം. അതേസമയം അവൻ പോയി മതം മാറി ഒരു ഇസ്ലാം പേരോ ക്രിസ്തു മതത്തിലെ പേരോ സ്വീകരിച്ച് മടങ്ങി വന്നാൽ അവൻ ബഹുമാന്യനാണ്. ഇത് കണ്ടിട്ട്, ഇതാണ് ഭ്രാന്ത്. ഇത് കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയം, ഓരോ വീടും ഭ്രാന്താലയമാണെന്ന്.
അദ്ദേഹം മദ്രാസിൽ ചെയ്ത, ഇന്നത്തെ ചെന്നൈ, മദ്രാസിൽ ചെയ്ത ദി ഫ്യൂച്ചർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ അതിനു മുമ്പ് അദ്ദേഹം ബോംബെയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് അയച്ച കത്തിൽ ഈ പരാമർശമുണ്ട്. രണ്ടും മലബാറും ട്രാവൻകൂറിൻ്റെയും കാര്യം പറയുന്നുണ്ട്. രണ്ട് സ്ഥലത്തും ഒരു സ്ഥലത്ത് മലബാറിൻ്റെത്, ഒരു സ്ഥലത്ത് ട്രാവൻകൂറിൻ്റെയും കാര്യം പറയുന്നുണ്ട്. ഇത്രയും നീചമായിട്ടുള്ള വിവേചനം കാണിക്കുന്ന ജനങ്ങളില്ല. ആ വിവേചനം കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞു ജാതി കുശുമ്പിൻ്റെ അരങ്ങേറ്റ കേന്ദ്രമായിരുന്നു ഈ കേരളം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ഹിന്ദു മതത്തിൽ നിന്ന് ഒരുപാട് പേര്, ഇപ്പൊ SNDPക്കാരുടെ ശ്രീനാരായണ ഗുരു അങ്ങനെ മതം മാറുന്നതിന് സമ്മതിച്ചില്ല. പല ആൾക്കാരും, ഒരുപാട് ഈഴവർ മതം മാറി പോയിട്ടുണ്ട്. എന്തിനാണ് നമുക്കിങ്ങനെ ഒരു മതം എന്നാണ് ചോദിച്ചുകൊണ്ട് അവർ പലരും പോയിട്ടുണ്ട്. ഈ മതം ഏത് മതത്തിലേക്ക് മാറണമെന്നുള്ളത് വലിയ ചർച്ചയായിട്ട് അവർ കുറെ അന്ന് കൊണ്ടു നടന്നിരുന്നു. പക്ഷെ ശ്രീനാരായണ ഒരു മതം മാറുന്നതിന് സമ്മതിച്ചില്ല. ഈ മതം തന്നെ മതി, ഹിന്ദു മതം തന്നെ മതി എന്നാണ് അദ്ദേഹം. പക്ഷേ ഹിന്ദു മതത്തിലെ ശുദ്ധമായ തത്വങ്ങളുണ്ട്. ആ ശുദ്ധമായ തത്വങ്ങൾ പഠിപ്പിക്കണമെന്നാണ് അദ്ദേഹം SNDPയുടെ പ്രചാരകർക്ക് ആദ്യകാലത്ത് കൊടുത്ത നിർദ്ദേശം. ശുദ്ധമായ ഹിന്ദുമത തത്വങ്ങൾ പഠിപ്പിക്കണമെന്നാണ്. മഹാത്മാഗാന്ധിയായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ഹിന്ദുമതത്തിലും ഉണ്ട്, മറ്റു മതങ്ങളിലും ഉണ്ട് മോക്ഷമാർഗം, ഹിന്ദുമതത്തിലും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഹിന്ദുമതത്തെ അദ്ദേഹം ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഇന്ന് കുറെ ആൾക്കാർ നടന്ന് ശ്രീനാരായണ ഗുരുവിന്റെ പ്രത്യേക മതമാണ്, അദ്ദേഹം ഹിന്ദുമതത്തെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദുഷ്പ്രചാരണം നടത്തുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ഇതൊക്കെ എങ്ങനെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഞാൻ ഇതുവരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായ നഷ്ടങ്ങളാണ്. ഇപ്പോഴും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹിന്ദുമതത്തിലെ കീഴാളരെ, പിന്നോക്ക സമുദായക്കാരെ, കീഴാളർ എന്ന് വിളിക്കപ്പെടുന്നത്, പിന്നോക്കം എന്ന് വിളിക്കപ്പെടുന്നവര്, ദളിതര്, അതായത് പിന്നെ ആദിവാസികളെ, ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു പ്രത്യേക വിഭാഗമായിട്ട് കണ്ട് സവർണർ എന്ന്, മറ്റുള്ളവരെ സവർണർ എന്ന് വിളിക്കുന്നു. സവർണരെ മാറ്റുക, സവർണർക്കെതിരായിട്ട് ഇവരെ തിരിക്കുക, എന്നിട്ട് ഹിന്ദുമതത്തെ അങ്ങനെ ഛിന്ന ഭിന്നമാക്കുക. ഈ ഉദ്ദേശത്തോടു കൂടി ഒരു വലിയ ലോബി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു മതങ്ങളിലെ ലോബികളുമുണ്ട്. അതുപോലെ തന്നെ അവരുടെ പിണിയാളുകളായിട്ട്, അഞ്ചാം പത്തിക്കാരായിട്ട് ഇവിടെ ഇതിനകത്ത് തന്നെ കുറെ ആൾക്കാരുണ്ട്. ഹിന്ദു നാമധാരികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. പുരോഗമനത്തിൻ്റെയും അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെയൊക്കെ പേരും പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ ഇത് വലിയൊരു സൂചനയാണ്. അവർ കട്ടിങ് സൗത്ത് എന്ന് പറയുന്നത് പോലാണ്. കട്ടിങ് ഹിന്ദുസ് രണ്ടായിട്ട് ഭാഗിക്കാനാണ് അവർ നോക്കുന്നത്. രണ്ടല്ല, പലതായിട്ട് ഭാഗിക്കുക. ഇന്ത്യയെ തന്നെ അങ്ങനെ തുണ്ടമാക്കി ദുർബലപ്പെടുത്തുക, നശിപ്പിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെയാണ് ആദ്യം ചെയ്യുന്നത്. ഹിന്ദു മതത്തെ വെട്ടി തുണ്ടമാക്കുക, തമ്മിലടിപ്പിച്ച് നശിപ്പിക്കുക, എന്നിട്ട് ആ ഭാഗത്തേക്ക് അവരുടെ മതത്തെ കയറ്റിവിടുക, പല മാർഗങ്ങളിലൂടെ കയറ്റിവിടുക. ഈ ആപത്ത് നാം കാണണം, ഹിന്ദുക്കൾ കാണണം. നിങ്ങൾ ഈ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ ജാതി ആയിക്കോ, നിങ്ങൾ നായരോ പുലയരോ ഈഴവരോ അല്ലെങ്കിൽ നമ്പൂതിരി ആയിക്കോ. പക്ഷെ നമ്പൂതിരി പുലയനേക്കാൾ വലിയവനാണെന്ന് എങ്ങും പറയുന്നില്ല. എങ്ങും പറയാത്ത ഒരു കാര്യം കള്ളത്തരത്തിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. കള്ളത്തരത്തിലൂടെ അടിച്ചേൽപ്പിക്കരുത്. നിങ്ങളാണ് അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കീഴ്ജാതിക്കാർ, യഥാർത്ഥത്തിൽ അധമന്മാർ. മറ്റുള്ളവര് ഈ അടി വാങ്ങാനായിട്ട് നിൽക്കരുത്. ആ അധമബോധം വിട്ടിട്ട് അവര് ആത്മാഭിമാനത്തോട് നിവർന്നു നിൽക്കണം. ജാതി പറഞ്ഞാൽ എന്താണ് പ്രശ്നം? ജാതി ഒന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജാതി ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരുപാട് ആളുകൾ ജാതി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ജാതി ഇല്ലാതാകില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിറക്കുമ്പോൾ തന്നെ ഇന്ന കുടുംബത്തില് ഇന്ന ജാതിക്കാരന്റെ മകൻ എന്നുള്ള ഒരു പേര് വീണു കഴിഞ്ഞു. അതില്ലാതാക്കാൻ നോക്കണ്ട. പറ്റാത്ത ഒരു കാര്യത്തിന് നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല. പക്ഷെ ജാതി വിവേചനം അംഗീകരിച്ചു കൊടുക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഭരണഘടനയിൽ അങ്ങനെ തൊടിയിലും തീണ്ടലും ഒന്നും അയിത്തം ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു ശക്തിയാണ്, നമ്മുടെ ഭരണഘടന ഒരു ശക്തിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥയിലെ ഈ വിവേചനത്തെ എതിർക്കണം.
അതിനെ മതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതിനെ എതിർക്കണം. അതിനെ മതവുമായിട്ട് എങ്ങനെയാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്? ജാതിയുടെ അടിസ്ഥാനത്തിൽ വർണ്ണങ്ങൾ നിശ്ചയിക്കുന്നു. കുറെ ഇന്ന ഇന്ന ജാതിക്കാർ, ഇന്ന വർണ്ണത്തിൽപ്പെട്ടവര്. ഇപ്പൊ നമ്പൂതിരിമാരെല്ലാം ബ്രാഹ്മണർ, എങ്ങും പറയുന്നില്ല. ഇതൊക്കെ അവരങ്ങ് അവകാശപ്പെടുകയാണ്. ചാതുർവർണ്ണ്യം മയാസിഷ്ടം എന്ന എങ്ങനെയാണ്? ഗുണകർമ്മ വിഭാഗശ. അവന് ജന്മലാൽ അതിനുള്ള ഗുണമുണ്ടായിരിക്കണം, അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ഇപ്പൊ ഒരു ഡോക്ടറുടെ മകന് മകൻ സ്വാഭാവികമായിട്ട് അങ്ങ് ഡോക്ടറാകത്തില്ല. അവന് ഡോക്ടറിന് ആ പരീക്ഷയ്ക്ക് പഠിച്ച് ജയിക്കാനുള്ള വൈഭവം ഉണ്ടായിരിക്കണം. അത് ജന്മനാ കിട്ടുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ വൈഭവം വെച്ചോണ്ടിരുന്നാൽ മതിയോ? വെറുതെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഡോക്ടറുടെ മകനാണ്, അതുകൊണ്ട് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? അവൻ പഠിക്കണം. ആ കഴിവുണ്ടെങ്കിലും, കഴിവില്ലാത്ത പിള്ളേരും കാണും ഡോക്ടർമാർക്ക്. അവൻ വല്ല വേറെ എന്തെങ്കിലും പണിക്ക് പോകും, വേറെ കഴിവായിരിക്കും അവനുണ്ടായിരിക്കുക. അപ്പൊ അത് വേറെ പണിക്കേ പോകാൻ പറ്റത്തുള്ളൂ, അവന് ഡോക്ടറാകാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഉള്ള കഴിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിക്കണം, അതിനനുസരിച്ച് കർമ്മം ചെയ്യണം. അതാണ് ഗുണകർമ്മ വിഭാഗശ. ആ കർമ്മങ്ങളെ കൂടെ വിഭജിച്ചാണ് എന്താണ് വർണ്ണം നിശ്ചയിക്കുന്നത്. അപ്പം ഗുണം നൽകുന്നത്, ജന്മനെയുള്ള ഗുണം നൽകുന്നത് ഈശ്വരന്റെ വഴിയിൽ കൂടി കിട്ടുന്നതാണ്, പ്രകൃതിയാ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ജോലിയാണ് കർമ്മം ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ ജോലിയാണ്. കർമ്മണ്യേവ അധികാരസ്ഥേ. നിനക്ക് കർമ്മം ചെയ്യുന്നതിൽ തന്നെയാണ് അധികാരം. നീ കർമ്മം ചെയ്യണം. ഈശാവാസ്യ ഉപനിഷത്തും പറയുന്നു, നിനക്ക് കർമ്മം ചെയ്തിട്ടേ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നീ കർമ്മം ചെയ്യണം. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ നിന്റെ ഈ ജന്മസിദ്ധമായ കഴിവുകൾക്കനുസരിച്ചുള്ള കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് എന്താണ് അവന്റെ വർണ്ണം നിശ്ചയിക്കുന്നത്. അപ്പൊ ആർക്കും മുൻകൂട്ടി നിശ്ചയിച്ച് ഇവൻ ബ്രാഹ്മണൻ, ഇവൻ ക്ഷത്രിയൻ എന്ന് പറഞ്ഞ ആരും ഇങ്ങോട്ട് വിടുന്നില്ല. അതൊന്നും ഈശ്വരൻ അങ്ങനെയുള്ള പണിയൊന്നുമില്ല. അങ്ങനെ അവന്റെ ക്വാളിറ്റി നേരത്തെ തൂക്കിയെടുത്ത് ഇവൻ ഇത്ര ഇരിക്കട്ടെ, മറ്റവന് ഇച്ചിരി കുറച്ച് മതി, അങ്ങനെയൊന്നും ആരും ഈശ്വരൻ ചെയ്യുന്നില്ല. അതും ഗീതയിൽ പറയുന്നുണ്ട്. ഒന്നിൽ നമ്മൾ ഗീതയൊക്കെ നല്ലോണം പഠിക്കണം, യുക്തിബോധത്തോടു കൂടി പഠിക്കണം. വെറുതെ വിശ്വാസത്തിന് വേണ്ടി ഗീത ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ആരും ഒരു ദൈവവും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അലവൻസ് ഒന്നും തരത്തില്ല. അങ്ങനെയുള്ള മൂഢവിശ്വാസങ്ങളൊക്കെ മാറ്റണം. നിങ്ങൾക്ക് അറിവുണ്ടാകാൻ വേണ്ടിയാണ് ഗീത പഠിക്കുന്നത്. നിങ്ങൾ അറിവുണ്ടാകാൻ വേണ്ടി ഗീത പഠിക്കണം, അതിനനുസരിച്ച് ജീവിക്കണം. അപ്പോൾ നിങ്ങൾ ഉത്തമ ഹിന്ദുക്കളാവും. തത്വങ്ങൾ പഠിക്കണം, അല്ലാതെ വെറും ആചാരങ്ങൾ കൊണ്ടാണ് മറ്റ് യാതൊരു കാര്യവുമില്ല. അതിലൊരു ദുരാചാരമാണ് ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ വർണ്ണങ്ങൾ മാറി മാറി നിശ്ചയിക്കുക എന്നുള്ളത്. ഒരു വീട്ടിൽ തന്നെ കാണും 4 വർണ്ണങ്ങളും. അതാണ് വർണ്ണ സിദ്ധാന്തത്തിന്റെ ഉള്ളടക്കം. അതിനെ മാറ്റി പരമ്പരാഗതമായിട്ട് ഒരാൾ ബ്രാഹ്മണനാണെങ്കിൽ ഒരു പൂണൂലിട്ട് ആ മക്കളും ബ്രാഹ്മണനാകുകയാണ്. തെറ്റാണത്. അതിനൊന്നും ഒരു പ്രമാണവും ഇല്ല. ഈ പ്രമാണത്തിലില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പാടുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? അവകാശപ്പെടാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ സത്യം നിങ്ങളെല്ലാം അറിയുക, ഹിന്ദുക്കളായിട്ടുള്ള ഒരു സത്യം അറിയുക, സ്വന്തം മതത്തെ ശക്തിപ്പെടുത്തുക. ഈ ജാതി വിവേചനം കൊണ്ട് ഹിന്ദു മതത്തിലേക്ക് വരരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിന് ബാഹ്യമായിട്ടുള്ള കാര്യമാണ്. ജാതി വിവേചനം കൊണ്ട് ഇങ്ങോട്ട് വരരുത്. ജാതിയിലെ മതത്തിൽ ഹിന്ദു മതത്തിലേക്ക് വരരുത്. ആരെങ്കിലും വന്നാൽ അയാളെ അംഗീകരിക്കരുത്. അയാളുടെ ഈ ഭോഷത്തരങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. നമ്മൾ ഉയർന്നു നിൽക്കണം. അല്ലെങ്കിൽ വലിയ ആപത്താണ് ഉണ്ടാകാൻ പോകുന്നത്. അവസാനം ഭാരതം, ഈ ഋഷി പരമ്പര നമുക്ക് നൽകിയ ഈ മഹാഭാരതം, അത് വേറെ വല്ലവൻ്റെ കയ്യിലിരിക്കും. അതെങ്കിലും ഓർക്കണം. വലിയ ആപത്തിനെ ഓർക്കണം. അല്ലെ ഇവിടെ ചുമ്മാതെ ജാതിക്കളി കളിച്ച് നശിപ്പിക്കാനുള്ളതല്ല, വിവേചനം കാണിച്ച് നശിപ്പിക്കാനുള്ളതല്ല. ലോകം ഉള്ളിടത്തോളം കാലം ഇത് നിലനിൽക്കും. പക്ഷെ 10 പേരിൽ നിലനിന്നിട്ട് എന്താ കാര്യം? 10 പേരിൽ നിലനിന്നിട്ട് ഒരു കാര്യമില്ല, ഇല്ലാത്തതിന് തുല്യമാണ്. അങ്ങനെ കുറച്ച് ആളുകൾ ഈ ഇവിടെ മുസ്ലിം ഭരണാധിപന്മാരൊക്കെ ഭരിച്ച കാലത്ത്, മുഗളന്മാരുടെയൊക്കെ കാലത്തും ഹിന്ദുമതം നിലനിന്നു. എന്താണ്? ചെറിയ ഗ്രൂപ്പുകളായിട്ട് നിലനിന്നു. മറ്റുള്ളതെല്ലാം ഈ ഈ ശത്രുക്കൾ പറയുന്ന പോലെ അടിയാളന്മാരായിരുന്നു, ദളിതന്മാരായിരുന്നു, പിന്നോക്കക്കാരായിരുന്നു. അവർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇതിന്റെ ഈ ഗ്രന്ഥങ്ങള്
പഠിച്ച് ഈ ഗ്രന്ഥങ്ങൾ മുന്നോട്ട് നിലനിർത്തിയത് വളരെ ചെറിയ ഗ്രൂപ്പുകളാണ്. അതുപോലെ അത് സാർവജനികമാകണം, എല്ലാവരും പഠിക്കണം. എല്ലാവരുടെയും വകയാണ് ഈ പൗരാണിക തത്വഗ്രന്ഥങ്ങൾ. അതെല്ലാവരും പഠിക്കണം. ഒരുത്തൻ്റെയും വിവേചനവും ആധിപത്യവും അംഗീകരിക്കരുത്. ഹിന്ദുമത വിശ്വാസികളെ എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അത് ഞാൻ ചെറുത് മറ്റവൻ വലുത് എന്നുള്ള ബോധം ഒരു കൂട്ടർക്ക് ഉണ്ടാകരുത്. അല്ലെങ്കിൽ ഞാൻ വലുത് മറ്റുള്ളവരൊക്കെ ചെറുത് എന്നൊരു അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാനും പാടില്ല. ജാതി അടിസ്ഥാനത്തിൽ വർണ്ണങ്ങൾ നിശ്ചയിക്കുന്നതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ വർണ്ണങ്ങൾ ഏതാണ് നിന്റെ വർണ്ണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? അതൊക്കെ ഈശ്വരൻ തീരുമാനിച്ചോളൂ. ഈശ്വരൻ തന്നെ കഴിവുകൾ നൽകുന്നു, ബാക്കി നിങ്ങളും കൂടി ഇടുന്നു. നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ജാതി വർണ്ണം നിശ്ചയിക്കപ്പെടും. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതിങ്ങനെ തനിയെ ഉണ്ടായിക്കില്ല. നിങ്ങൾ ഒരാളുടെ വർണ്ണം നിശ്ചയിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ അറിവുള്ളവനെ ബഹുമാനിക്കുക, അത്രയേ ഉള്ളൂ. ആയോധന കലയിൽ പാഠമുള്ളവനെ യുദ്ധത്തിലേക്ക് വിടുക. അവന് കുറെ ആൾക്കാരെ സെലക്ട് ചെയ്ത് അവനെ മിടുക്കുണ്ടെങ്കിൽ അവനെ യുദ്ധത്തിന് വിടുക. ഇല്ല, വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വെറും ശാരീരിക പ്രവൃത്തി മാത്രം ചെയ്യാൻ അറിയാവുന്നവനാണ് ഈ ശൂദ്രൻ എന്ന് പറയുന്നത്. അവനത് ചെയ്തോട്ടെ. അവനില്ലെങ്കിൽ ഈ ലോകമുണ്ടോ? അപ്പൊ അങ്ങനെ ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് അത് പരമ്പരാഗതമായിട്ടുള്ളതാണ്, തത്വബോധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, ദൈവ സൃഷ്ടിയാണ്. അതിനകത്ത് ഒരു കുഴപ്പവും ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള വൈവിധ്യവത്കരണം എല്ലാ സമൂഹങ്ങളിലും വേണം. അല്ലാതെ എല്ലാവരും ഒരുപോലെ ഡോക്ടർമാരായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്? കൂലിപ്പണിക്കാരും വേണം, പിന്നെ അല്ലാതെ കൃഷി ചെയ്യുന്നവരും വേണം, വ്യവസായം ചെയ്യുന്നവരും വേണം, മതകാര്യങ്ങൾ നോക്കുന്നവർ വേണം. അങ്ങനെ പല ആൾക്കാർ വേണം. പല വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പോലും വൈവിധ്യമുണ്ട്. അപ്പൊ അതിന് ഇടയിലുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് ഈ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് ജാതി വ്യവസ്ഥയല്ല, അതുകൂടെ മനസ്സിലാക്കണം. അത് ജാതി വ്യവസ്ഥയല്ല. കുറെ ട്രാൻസ്ലേറ്റേഴ്സ് പാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ജാതിയെയും അതുപോലെ തന്നെ വർണ്ണത്തെയും ഒരേ രീതിയിൽ കാസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് വിടും. അപ്പൊ ഈ വേറെ സംസ്കൃതമോ അല്ലെങ്കിൽ സ്വന്തം ഭാഷയിൽ ജാതി എന്നുള്ള വാക്കോ അറിഞ്ഞുകൂടാത്ത ആളുകൾ ഇതെല്ലാം ജാതിയാണ്, കാസ്റ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടും ഒന്നല്ല. അതിന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ജാതി എന്ന് പറഞ്ഞ ജന്മനാ തന്നെ വരുന്നത്. അവിടെ വേറെ നമ്മുടെ ആയിട്ട് ഒരു അധ്വാനമൊന്നുമില്ല, കർമ്മങ്ങളൊന്നുമില്ല. അതേസമയം വർണ്ണമാണെങ്കിൽ ജന്മനാ വരുന്നതല്ല, ജന്മനയുള്ള കഴിവ് ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർണ്ണനിശ്ചയം വരുന്നത്. അപ്പൊ ഈ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി വർണ്ണ വ്യവസ്ഥയെ നമുക്ക് അംഗീകരിക്കാം. ജാതി വ്യവസ്ഥയെ മതത്തിനുള്ളിൽ കയറ്റാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ജാതിക്കാരായിക്കോ, കുഴപ്പമില്ല. ആ ജാതിയുടെ ആചാരങ്ങളനുസരിച്ച് ജീവിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ കുറഞ്ഞവരാണെന്നോ കൂടിയവരാണെന്നോ ഉള്ള ധാരണ വെച്ചു പുലർത്താൻ പാടില്ല. അതും ആ ഉച്ചനീചത്വവും ഈ മതത്തില് വർണ്ണവ്യവസ്ഥയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഇതിനൊന്നും ഇത് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്ന പറഞ്ഞാൽ എൻ്റെ സ്വന്തം അഭിപ്രായമല്ല. ഇതൊന്നും പുസ്തകങ്ങളിൽ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തത്വ അടിസ്ഥാനത്തിലുള്ളതല്ല. അപ്പോൾ ഒരു നല്ല ഹിന്ദു ആകാൻ ജാതിയെ മാറ്റി നിർത്തി, ജാതിയെ മതത്തിന് വെളിയിൽ മാറ്റി നിർത്തി ഒരു നല്ല ഹിന്ദു ആകാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഹിന്ദു മതത്തിൽ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ നിങ്ങൾ വിമർശകരോട് പറയണം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നുമില്ല. അധമബോധം വെച്ചുകൊണ്ടിരിക്കരുത്. കുറെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ദളിതനാണെന്നും പറഞ്ഞ് നടക്കാതെ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യവുമില്ല. രാഷ്ട്രീയമായിട്ടും ആത്മീയമായിട്ടും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം ഈക്വലാണ്. അതുകൂടെ ആ ബോധം വളർത്തിയെടുക്കണം. അപ്പൊ അതിനായിട്ട് എല്ലാവരും പരിശ്രമിക്കട്ടെ. ഹിന്ദുമതത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി, കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.